ഹലോ ഗായ്സ്, അപ്പം കിച്ചു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചുവിനെയും ശിവനെയൊക്കെ ചേർത്ത് നമ്മളൊന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുമായിരുന്നു. നോർമലി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇച്ചിരി ദൂരെയുള്ളൊരു കടയിലാണ്. കടയുടെ പേര് ഹിപ്പ് ഹോപ്സ് എന്നാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാറുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് കിട്ടും. സ്റ്റോറിലാണ് അത്യാവശ്യം സെലക്ഷനും ഉണ്ട് കോട്ടയത്തുള്ള മറ്റ് പല സ്റ്റോറുകളെ വെച്ച്. ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് പ്രിഫർ ചെയ്യാറും. ഞാൻ അത്യാവശ്യം സ്മോൾ സൈസ് ആയതുകൊണ്ട് ഈ ഷർട്ടൊക്കെ നോക്കിയതാണ്. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ അകത്തു നിന്നുള്ളൊരു ലുക്കിങ്ങിന് അത്യാവശ്യം ഒരു വാസ്റ്റ് വെറൈറ്റി കളക്ഷൻ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ കിച്ചു ഒന്ന് രണ്ട് ടീഷർട്ട് നോക്കിയിരുന്നു, കോളേജിൽ പോകുന്നതുകൊണ്ട്. ആദ്യം സെലക്ട് ചെയ്ത് അവൻ സെറ്റായില്ല, അപ്പോൾ അതിൻ്റെ കൈ ശരിയായില്ലെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഓഫ് കോഴ്സ് മിറർ ഫ്ലെക്സ് കണ്ണാടി എവിടെ കണ്ടാലും വിടാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞ് ശിവൻ അവനും കോളേജിൽ പോകുന്നതുകൊണ്ട് ടീഷർട്ടാണ് പ്രിഫർ ചെയ്യുന്നത്, അത് നോക്കുമായിരുന്നു. പിന്നെ ഞാനും കിച്ചുവൊന്നും ജീൻസൊന്നും നോക്കിയിരുന്നില്ല, നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട്. ശിവനൊരു ജീൻസും കൂടെ നോക്കിയിരുന്നു. എനിക്ക് തോന്നുന്ന ബ്ലാക്ക് ജീൻസായിരുന്നു അവൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞ് പോകുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാനും കൂടെ കയറിയിട്ട് പോകാമെന്ന്. അപ്പോൾ അവിടുത്തെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് പ്ലേറ്റഡിലാണ്. കോട്ടയത്ത് പ്ലേറ്റഡിൻ്റെ ചെറിയൊരു സ്റ്റോറുണ്ട്. വന്ന് നമ്മളൊരു പെപ്സിയൊക്കെ കുടിച്ചിട്ട് ഒരു ലോഡഡ് ഫ്രൈസ് മേടിച്ചു. ഒന്നല്ല രണ്ടെണ്ണം. ഗൈസ് ലിറ്ററലി അടിപൊളിയായിരുന്നു ഈ ലോഡഡ് ഫ്രൈസ്. വെർത്തൊരു ട്രൈ ചെയ്യുന്ന പറ്റിയ സാധനം, അടിപൊളി സാധനമായിരുന്നു. ഇപ്പം നമുക്ക് അവന്മാരുടെ അഭിപ്രായം കൂടെ കേൾക്കാം. അതിന് മുമ്പ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങൾക്കൊരു ബൈറ്റ് തരാം. ഇറ്റ്സ് ജസ്റ്റ് ടു ഗുഡ്. പിന്നെ ഇതവിടെ ഉള്ളൊരു വോളാണ്, അവിടെ വന്ന ആളുകളുടെ അഭിപ്രായമൊക്കെ വെച്ചിരിക്കുന്നൊരു വോള്. പിന്നെ കടയുടെ മൊത്തത്തിൽ ഉള്ളൊരു ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ നല്ലൊരു ആംബിയൻസും ഒരു വൈബും ഉള്ളൊരു നല്ലൊരു കടയാണ്. പിന്നെ നമ്മൾ മേടിച്ച ഡ്രസ്സൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു. പിന്നെ അമ്മയും ഒന്ന് കാണിച്ചിട്ട് അമ്മയുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ. ഇതാണ് കിച്ചു മേടിച്ച ഒന്ന്, ഇത് ശിവൻ മേടിച്ചതാണ്. ഇവനും ഫുൾ കൈയാണോ? അല്ല, ഇത് ഞാൻ മേടിച്ച, ഇത് കിച്ചു മേടിച്ച ടീഷർട്ട്. കിച്ചുവിന് തുണിയെടുക്കാൻ അറിയാം. ഇതും ഫുൾ കൈയാണോ? ഇത് ഞാൻ ഷർട്ട് മേടിച്ചത്. ആഹാ, ഇത് ശിവൻ മേടിച്ച ഷർട്ട്. ഇതെന്നെ പാൻറ്റില്ലേ നിങ്ങൾക്ക് ആർക്കും ഇപ്രാവശ്യം? ഇല്ല, ഇത് ശിവൻ ഒരു പാൻറ്റ് മേടിച്ചത്. നിന്നോട് ഒരു പാൻറ്റ് ഒരു ഉടുപ്പും മേടിക്കാനടാ പറഞ്ഞേ? ആ അമ്മ പറഞ്ഞു ഒരെണ്ണം മേടിച്ചോ. സെറ്റ് ഇത്രയും സാധനം മേടിച്ചു. എങ്ങനെയുണ്ട്? ഇത് നല്ല ഇട്ടാ. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇതുപോലത്തെ ഉണ്ടെന്നാ തോന്നുന്നു നിനക്ക്. ഇതെങ്ങനെയുണ്ട്? ഇത് ബിന്ദുമേ, ഇത് ഫ്രണ്ട് മാത്രമല്ല, ഇതിന്റെ ഹൈലൈറ്റ് ബാക്കാ. മനസ്സിലായി. നല്ല കേട്ടോ, ആ കളറും നല്ലതാ ഭയങ്കരമായിട്ട്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു.